മുടക്കുമുതലിന്റെ തൊട്ടടുത്തെങ്കിലും എത്തിയത് കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രം. 13 കോടി ചെലവിട്ട ചിത്രം ഇതുവരെ 11 കോടി രൂപ നേടി. 1,60,00,000 മുടക്കി നിർമ്മിച്ച ലൌഡേൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് ആകെ കിട്ടിയത് 10,000 രൂപ മാത്രം. 1.5 കോടി ചെലവിട്ട് നിർമ്മിച്ച ആത്മസഹോ എന്ന ചിത്രത്തിന് 30,000 രൂപയും അരികെ എന്ന സിനിമയ്ക്ക് 55,000 രൂപയുമാണ് ലഭിച്ചത്. 64 ലക്ഷം രൂപയോളം ചെലവിട്ട ഇഴ എന്ന സിനിമ നേടിയത് 45,000 രൂപ മാത്രം. 5.5 കോടിയോളം ചെലവിട്ട നാരായണീന്റെ 3 ആൺമക്കൾ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 34 ലക്ഷത്തിൽ താഴെ മാത്രം. ഏതാണ്ട് 10 കോടിയോളം ചെലവഴിച്ചാണ് ഗെറ്റ് സെറ്റ് ബേബി നിർമ്മിച്ചത്. കിട്ടിയതാകട്ടെ 1,40,00,000 രൂപ. 8 കോടിയുടെ റൊമാൻസിന് 4 കോടി കിട്ടി. 3 കോടി 40 ലക്ഷം രൂപ ചെലവിട്ട ചാട്ടുള്ളിക്ക് ലഭിച്ചത് 32 ലക്ഷം. 5 കോടി 12 ലക്ഷം രൂപയിലേറെ ചെലവിട്ട മച്ചാന്റെ മാലാഖയ്ക്ക് 40 ലക്ഷമാണ് ആകെ ലഭിച്ചത്. ജനുവരിയിൽ 101 കോടി രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമക്കുണ്ടായത്. ജൂൺ 1 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിനിമാ സംഘടനകൾ. ഈ കണക്ക് പ്രൊഡ്യൂസർമാർ പുറത്തുവിടുന്നതിന്റെ കോമഡി എന്താണെന്നറിയോ? അതായത് ഇതുപോലെ നഷ്ടമൊക്കെ സംഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങളുടെ ടാക്സ് കുറച്ച് തരണം, തിയേറ്ററിലെ കറണ്ട് ബില്ല് കുറച്ച് തരണം, അതുപോലെ AC വിൽക്കുന്ന ആളുകൾ AC കുറഞ്ഞ വിലയ്ക്ക് തരണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നഷ്ടം നടക്കുകയാണ്. അതുകൊണ്ട് സർക്കാരും ഗവൺമെൻറ്റും എല്ലാവരും കൂടി ഞങ്ങളെ എങ്ങനെയെങ്കിലും രീതിയിൽ സഹായിക്കണം എന്നും പറഞ്ഞിട്ടാണ് മണ്ടന്മാരായിട്ടുള്ള പ്രൊഡ്യൂസർമാർ ഇപ്പോൾ ഈ കണക്ക് പുറത്തു വിടുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു ഹോട്ടലിനകത്ത് ആർക്കും ഇഷ്ടപ്പെടാത്ത കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്നും ഒരു മനുഷ്യൻ വാങ്ങുക തിന്നുകയൊന്നും ചെയ്യാതെ ചീഞ്ഞു പോയി ഹോട്ടലുകാരന് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഹോട്ടലുകാരൻ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ 10 ഉണ്ണിയപ്പം ചീഞ്ഞു പോയി, 22 ഉള്ളിവട ചീഞ്ഞു പോയി, എൻ്റെ ബിരിയാണി ഒന്നും ഒരു മനുഷ്യൻ തിന്നില്ല, അതുകൊണ്ട് ഗവൺമെൻറ് എനിക്ക് ഹോട്ടലിൻ്റെ ടാക്സ് കുറച്ച് തരണം, അതുപോലെ ഗ്യാസ് കൂട്ടി വില കുറച്ച് തരണം, കറണ്ട് ബില്ല് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അത് ചെയ്തു കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ തൊലിഞ്ഞ സിനിമ എടുത്തിട്ട് ആളുകൾ തിയേറ്ററിൽ കയറി പടം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം ചോദിക്കാനുമാണ് ഒരു തൊലിക്കെട്ടിയൊക്കെ.